പലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധകുറ്റങ്ങൾക്കെതിരെ 2015 UN മനുഷ്യാവകാശ കൗൺസിൽ പ്രമേയം കൊണ്ടുവന്നപ്പോൾ ഇന്ത്യ ഒഴികെ 41 രാജ്യങ്ങൾ അന്ന് പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും 2014 ഇസ്രായേൽ നടത്തിയ യുദ്ധകുറ്റങ്ങളെ അക്കമിട്ടു നിരത്തുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രമേയമായിരുന്നിട്ട് പോലും അന്ന് ഇന്ത്യ ആദ്യമായി പലസ്തീൻ വിഷയത്തിൽ നിലപാട് മാറ്റുന്നതായാണ് നമുക്ക് അന്ന് ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടത്. എന്നാൽ ആ സമീപനമല്ല ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വിശദമായി നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. റെഡ് സോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആയിരത്തി 1967 യുദ്ധത്തിൽ കയ്യേറിയ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള മുഴുവൻ ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങണമെന്നും പശ്ചിമേഷ്യയിൽ നീതിപൂർവകവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ സെനഗൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ ഇപ്പോൾ ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുകയാണ്. പലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന UN പ്രമേയത്തെ അനുകൂലിച്ച ഇന്ത്യയുടെ നിലപാട് ആശാവഹമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. 193 അംഗസഭയിൽ 157 രാജ്യങ്ങളും പ്രമേയത്തെ പിന്തുണച്ചു. പലസ്തീൻ പ്രശ്നത്തിൽ സ്വതന്ത്ര ഇന്ത്യ 2014 വരെ തുടർന്നു വന്ന പലസ്തീനിനെ പിന്തുണയ്ക്കുന്ന നിലപാടല്ല നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു വന്നത്. പലസ്തീനെ കൈവിട്ട് പൂർണ്ണ ഇസ്രായേൽ വിധേയത്വം പ്രകടമാക്കുന്നതായിരുന്നു പശ്ചിമേഷ്യൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ വന്ന ചർച്ചകളിലും പ്രമേയങ്ങളിലുമെല്ലാം ഇന്ത്യയുടെ നിലപാട്. 2014 വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഇസ്രായേൽ നടത്തിയ നരനായാട്ടിന് അവരെ കുറ്റവിചാരണ നടത്തണമെന്നാവശ്യപ്പെട്ട് UN മനുഷ്യാവകാശ കൗൺസിലിൽ വന്ന പ്രമേയത്തെ അനുകൂലിച്ച് യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെടെയുള്ള 41 രാജ്യങ്ങൾ വോട്ട് ചെയ്തപ്പോൾ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് ഇസ്രായേലിൻ്റെ പൈശാചികതയ്ക്ക് വ്യംഗ്യമായ പിന്തുണ നൽകുകയാണുണ്ടായത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗസയിൽ കടുത്ത ആക്രമണം നടത്തി നിരപരാധികളായ പലസ്തീനികളെ കൊന്നൊടുക്കിയപ്പോഴും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു നരേന്ദ്രമോദി. ഇന്ത്യയുടെ ചിന്തകളും പ്രാർത്ഥനകളും ഇസ്രായേലിലെ നിഷ്കളങ്കരായ ജനങ്ങൾക്കൊപ്പമാണെന്നായിരുന്നു അന്ന് മോദിയുടെ പ്രഖ്യാപനം. ഗസയിൽ നിലനിൽപ്പിനായി ഹമാസ് നടത്തുന്ന പ്രതിരോധത്തെ ഭീകരാക്രമണമായി മുദ്രകുത്തി പലസ്തീനികളുടെ വംശീയ ഉന്മൂലനം ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ ആക്രമണത്തെ ന്യായീകരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത്. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ പ്രമേയത്തിനുള്ള വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ അന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. മാത്രമല്ല, ഗസയിലെ ആശുപത്രികളടക്കം ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിക്കവേ ഹെർമിസ് 900 ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നൽകി യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രായേലിനെ സഹായിക്കുകയും ചെയ്തുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഗൗതം അദാനിക്ക് പങ്കാളിത്തമുള്ള ഹൈദരാബാദിലെ ആയുധ നിർമ്മാണ കമ്പനിയിൽ നിർമ്മിച്ച ഡ്രോണുകളാണ് ഇന്ത്യ ഇസ്രായേലിന് നൽകിയത്. പലസ്തീൻ പ്രശ്നത്തിൻ്റെ തുടക്കത്തിൽ ഗാന്ധിജിയും നെഹ്റുവുമെല്ലാം സ്വീകരിച്ചതും കാലങ്ങളായി രാജ്യം തുടർന്നു വന്നതുമായ നയങ്ങൾക്ക് ഘടകവിരുദ്ധമാവും യാതൊരു നീതീകരണവും അർഹിക്കാത്തതുമാണ് മോദി സർക്കാരിൻ്റെ ഈ നിലപാടുകൾ അത്രയും. ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർക്കും ഫ്രാൻസ് ഫ്രഞ്ചുകാർക്കും എന്ന പോലെ പൂർണ്ണമായും അറബികൾക്ക് അവകാശപ്പെട്ടതാണ് ഫലസ്തീൻ എന്ന ഉറച്ച അഭിപ്രായക്കാരനായിരുന്നു ഗാന്ധിജി. വൻ ശക്തികളുടെ സഹായത്തോടെ ഫലസ്തീൻ വിഭജിച്ച് അവിടെ ജൂത സമൂഹത്തെ കുടിയിരുത്തിയ നടപടിയോട് ഗാന്ധിജി യോജിച്ചിരുന്നില്ല. ജൂതർക്കെതിരെ പാശ്ചാത്യ ലോകത്തെ ക്രിസ്തീയ സമൂഹം നടത്തിയ കൊടും ക്രൂരതകളെ അപലപിക്കുമ്പോൾ തന്നെ അറബ് സമൂഹത്തിൻ്റെ ഭൂമി പിടിച്ചടക്കിയാവരുത് അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എന്നായിരുന്നു ഗാന്ധിജിയുടെ വാക്കുകൾ. രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പലസ്തീൻ വിഭജനത്തെയും ഐക്യരാഷ്ട്ര സഭയിൽ ഇസ്രായേലിന് അംഗത്വം നൽകിയ നടപടിയെയും അംഗീകരിച്ചിരുന്നില്ല. ഫലസ്തീൻ വിഭജനത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താനുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അഭ്യർത്ഥന നെഹ്റു നിരസിക്കുകയാണുണ്ടായത്. 1991 വരെ ഇസ്രായേലുമായി ഇന്ത്യ യാതൊരു നയതന്ത്ര ബന്ധവും സ്ഥാപിച്ചിരുന്നില്ല. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണച്ച ആദ്യ മതേതര രാജ്യം ഇന്ത്യയായിരുന്നു എന്നതും യാസർ അറഫാത്തിനു കീഴിൽ ഉയർന്നുവന്ന ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനുമായി ഇന്ത്യ മികച്ച ബന്ധം പുലർത്തിയിരുന്നുവെന്നതും ഫലസ്തീൻ പ്രശ്നത്തിലുള്ള രാജ്യത്തിൻ്റെ നീതിപൂർവകമായ നിലപാടുകളിലേക്കാണ് വഴി തുറക്കുന്നത്. പ്രശ്നം പരിഹരിച്ച് പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു 1993 സെപ്റ്റംബർ 13 അംഗീകരിച്ച ഓസ്ലോ കരാർ. അതിലെ ഒന്ന് 1967 യുദ്ധത്തിൽ കയ്യേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം.
2. പലസ്തീനിലും ഇസ്രായേലിനും ഭൂമിശാസ്ത്രപരമായ അതിരുകൾ നിർണ്ണയിക്കണം. 3. ഗസയും വെസ്റ്റ് ബാങ്കും ചേർത്ത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപവൽക്കരിക്കണം എന്നൊക്കെയായിരുന്നു അന്നത്തെ US പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ്റെ നേതൃത്വത്തിൽ യാസർ അറഫാത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്ഹാഖ് റബീനും ഒപ്പുവെച്ച കരാറിലെ മുഖ്യ വ്യവസ്ഥകൾ. ഏറെക്കുറെ ഈ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് കഴിഞ്ഞ ദിവസം UN പൊതുസഭ അംഗീകരിച്ച പ്രമേയവും. 1967 മുമ്പുള്ള അതിർത്തികളെ ആധാരമാക്കി അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഫലസ്തീനും ഇസ്രായേലും സമാധാനത്തിലും ഒത്തൊരുമയോടെയും കഴിയണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. ഗാസ ഫലസ്തീനിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും ഗാസയുടെ ഭാഗങ്ങൾ കൈയടക്കുകയും പ്രദേശത്തുകാരായ ഫലസ്തീൻ ജനതയെ പുറത്താക്കുകയും ചെയ്യുന്ന ഇസ്രായേലിൻ്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും പ്രമേയ ചർച്ചാ സമയത്ത് പൊതുസഭ വ്യക്തമാക്കുകയും ചെയ്തു. ഈ നിലപാടിനെ പിന്തുണച്ച മോദി സർക്കാരിൻ്റെ നടപടി എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. ഭാവിയിലും പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ ന്യായയുക്തമായ നിലപാട് സ്വീകരിക്കുകയും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കുന്നതിന് ഇന്ത്യ മുന്നിട്ടിറങ്ങുകയും ചെയ്യണമെന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്.